മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പലതരം വിഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇപ്പോഴത്തെ കാലാവസ്ഥയാണ് നമ്മളെ കൊണ്ട് പല പുതിയ പുതിയ വിഭവങ്ങളും തയ്യാറാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചൂടിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു ഭയങ്കര ഒരു നമ്മളെ ചൂട് അലോസരപ്പെടുത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളുടെ ഈ വേനൽക്കാലം മെയ് അവസാനം വരെ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു കേരളത്തിലെ ജനതയാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മഴ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ സത്യത്തിൽ നമ്മളുടെ മനസ്സ് കുളിർക്കാനും പിന്നെന്താ നമ്മളുടെ ശരീരം നന്നായിട്ടൊന്ന് തണുക്കാനും ഒക്കെ എപ്പോഴും നമ്മൾ കോൾഡ്, അതായത് നല്ല തണുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തണുത്ത പാനീയങ്ങൾ കഴിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ മുക്കിനും ഇങ്ങനെ പിന്നെ ഫ്രഷ് ജ്യൂസിൻ്റെ കടകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പെട്ടിക്കടകൾ തൊട്ട് വഴിയോര കച്ചവടക്കാർ വരെ ഇപ്പോൾ തണുത്ത പാനീയങ്ങൾ ഇങ്ങനെ വിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ വീട്ടിനകത്ത് തന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം, വീട്ടിലെ മറ്റംഗങ്ങൾക്ക് കൊടുക്കാം. പിന്നെ പുറത്ത് പോകുന്നവർക്ക് പുറത്ത് പോയി വേണമെങ്കിൽ ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് കുടിക്കാം, സർബത്ത് കുടിക്കാം, ഒക്കെ ചെയ്യാം. പുറത്ത് പോയി ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ, കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും എല്ലാം അത് ചെയ്യാൻ സാധിക്കും, ടീനേജേഴ്സിനും ഒക്കെ. പക്ഷേ വീട്ടിൽ ഒരു ജോലിയില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന, പുറത്ത് ജോലിക്ക് പോകാത്ത വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് തണുത്ത ഭക്ഷണം കഴിക്കണം തോന്നി എന്ത് ചെയ്യും? തണുത്ത ഒരു മിൽക്ക് ഷേക്ക് കുടിക്കണം, അല്ലെങ്കിൽ ഒരു സർബത്ത് കുടിക്കണം എന്നൊക്കെ തോന്നിയാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിക്കണമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കുറേ ടൈപ്പ് ഓഫ് മിൽക്ക് ഷേക്ക്സ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ നാട്ടിൽ വളരെ ഫേവററ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷേക്കാണ്. ഇതിൻ്റെ കരിക്ക് ഷേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. കരിക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ കരിക്കാണ്, നമ്മളുടെ ഒരു കേരളത്തിൻ്റെ തനതായ ഒരു വിഭവമാണ് കരിക്ക്, ടെൻഡർ കോക്കനട്ട്. കരിക്ക് നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ കുപ്പിയിൽ കിട്ടുന്ന പാനീയങ്ങളെക്കാട്ടിലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്ന കാര്യമാണ് കരിക്ക്. പിന്നെ ഫ്രൂട്ട്സ് പോലും ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കരിക്കിനെ നമുക്ക് എപ്പോഴും വിശ്വസിക്കാം. അപ്പോൾ കരിക്ക് കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു 4 തരം മിൽക്ക് ഷേക്സാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരു പ്ലെയിൻ കരിക്ക് മിൽക്ക് ഷേക്ക്. അപ്പോൾ കരിക്ക് ഷേക്ക് ഫസ്റ്റ് പ്ലെയിൻ കരിക്ക് ഷേക്കാണ്, അതായത് നല്ല ടെൻഡർ കോക്കനട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാം. ടെൻഡർ കോക്കനട്ട് എന്ന് വെച്ചാൽ കരിക്ക്, സാധാരണ ഇളം കരിക്ക് ഒരു വലുതാണെങ്കിൽ അതിൻ്റെ പകുതി അതിൻ്റെ ഉള്ളിലെ ഭാഗം. അപ്പോൾ അത്ര വലുതല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കാം. ഇതിപ്പോൾ ഓരോ ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 1 ഗ്ലാസ് കരിക്ക് ഷേക്ക്. അപ്പോൾ അതിന് ഒരു കരിക്കിൻ്റെ പകുതിയാകാം, അത് എടുത്ത് വയ്ക്കുക. ഇച്ചിരി കട്ടിയായതായാലും കുഴപ്പമില്ല, ഒരുപാട് ഇളം കരിക്ക് വേണമെന്നില്ല. ഇച്ചിരി ഒരു തേങ്ങ ആകണ്ട, എന്നാൽ തീരെ വഴുമ്പലല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഇച്ചിരി കട്ടിയായ കരിക്ക് തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിനോടൊപ്പം 2, 3, 4 ഈന്തപ്പഴം കുരു മാറ്റിയത്, പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 2 വലിയ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുക്കാം. ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുവാണ്, അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അരയ്ക്കുന്ന സമയത്ത്. പിന്നെ ഫ്രോസൺ മിൽക്കാണ് വേണ്ടത്. ഫ്രോസൺ മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പാല് ഫ്രീസറിൽ വെച്ച് ഐസ് പോലെ കട്ടിയാക്കി എടുക്കണം. അപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ കവറാണെങ്കിൽ അതിൻ്റെ നേർപകുതി എടുക്കാം. 1 കവർ പാലെന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ 2.5 ഗ്ലാസ്സാണ് പാലിൻ്റെ ഒരളവ്, അതിൻ്റെ നേർപകുതി. അപ്പോൾ ഒരു കവറിൽ നിന്ന് നമുക്ക് 2 മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. പ്ലെയിൻ കരിക്ക് ഷേക്ക്, ഐസായ പാല് 1/2 ലിറ്ററിൻ്റെ പകുതി, ഇളം കരിക്ക് ഒരെണ്ണത്തിൻ്റെ പകുതി, ഡേറ്റ്സ് കുരു കളഞ്ഞത് ഒരു 3 എണ്ണം, അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര മധുരത്തിന് ആവശ്യമായത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കരിക്ക് റെഡിയാക്കി വെച്ചതെടുക്കാം. അതിൻ്റെ കൂടെ ഈന്തപ്പഴം കുരു കളഞ്ഞത്, അണ്ടിപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി, ഒരല്പം വേണമെങ്കിൽ കുതിർത്താലും കുഴപ്പമില്ല. ഇനി എന്താണ്, പിന്നെ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. പിന്നെ നമ്മുടെ ഐസ് പാൽ ഫ്രോസൺ മിൽക്ക് പകുതിയോളം, ഹാഫ്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ വേണമെങ്കിലും ആകാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി പഞ്ചസാര ഇല്ല, അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ മധുരം മതി എന്ന് വേണമെങ്കിലും വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും.
ഓക്കെ. അപ്പോൾ നമ്മുടെ പ്ലെയിൻ കരിക്ക് ഷേക്ക് റെഡിയായി. അങ്ങനെ ഒരു ഗ്ലാസ് കരിക്ക് ഷേക്ക് പ്ലെയിൻ ആണ്, ഇതിൽ വേറെ ഫ്ലേവേഴ്സ് ഒന്നുമില്ല. ഇനി നമ്മളിതിൻ്റെ വ്യത്യസ്തമായ ഫ്ലേവേഴ്സ്, വ്യത്യസ്തമായ രുചിയിൽ നമ്മൾ കരിക്ക് ഷേക്ക് ചെയ്യാൻ പോകണം. ഇനി ബാക്കി 2-3 എണ്ണം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഒരെണ്ണം മാറ്റി വയ്ക്കാം. ഓറിയോ കരിക്ക് ഷേക്ക്, ഓറിയോ ബിസ്ക്കറ്റ് 2, 3, 4 വരെ ആകാം. ഐസായ പാല് 1/2 ലിറ്ററിൻ്റെ പകുതി, ഇളം കരിക്ക് ഒരെണ്ണത്തിൻ്റെ പകുതി, ഡേറ്റ്സ് കുരു കളഞ്ഞത് ഒരു 3 എണ്ണം, അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര മധുരത്തിന് ആവശ്യമായത്. അടുത്തത് നമ്മളൊരു ഓറിയോ കരിക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓറിയോ ബിസ്ക്കറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കരിക്ക് നമ്മൾ ഒരു ഇളം കരിക്കിൻ്റെ പകുതി. അപ്പോൾ കഴിയുന്നിടത്തോളം നല്ലൊരു എന്താ പറയുക, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കരിക്ക് തന്നെ എടുക്കാൻ നോക്കണം. അണ്ടിപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ, ഡേറ്റ്സ് ഒരു 2-3 മാക്സിമം, അത്ര മതി. പഞ്ചസാര മധുരത്തിന് ഏതാണ്ട് 1.5-2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വേണം. പിന്നെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് അത് പൊട്ടിച്ചിടാം. 2, 3, 4 വരെ ആകാം. ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇതിന് വരാൻ പോണത്. ഇനി ഐസ്ഡ് പാൽ, ഫ്രോസൺ മിൽക്ക്, അപ്പോൾ നമ്മൾ ഓറിയോ കരിക്ക് ഷേക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഓറിയോ ബിസ്ക്കറ്റ്സ് ഒരു 3-4 ആകാം, മുറിച്ചിടാം. ഒരു 1/2 കരിക്ക്, പിന്നെന്താ ഒരു 1/2 ലിറ്റർ പാലിൻ്റെ പകുതി ഫ്രോസൺ, പഞ്ചസാര ആവശ്യാനുസരണം 1 മുതൽ 2 ടേബിൾ സ്പൂൺ, അല്ലാന്നുണ്ടെങ്കിൽ തേനാകാം. അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, 2 കുരു കളഞ്ഞ് അല്ലെങ്കിൽ അരി മാറ്റിയ ഈന്തപ്പഴം. ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മളൊന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നു. ഇതിപ്പോൾ നല്ല ചോക്ലേറ്റി ഫ്ലേവറാണ്. ഞാനൊരു 3 ഓറിയോ ആണ് ഇതിൽ ചേർത്തത്. പക്ഷേ ഒരു ഗ്ലാസ്സിന് ഇത്രത്തോളം ചോക്ലേറ്റ് ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പിന് 1.5 ഓറിയോ ചേർത്താലും മതിയാകും. നല്ല ചോക്ലേറ്റി ഫ്ലേവറുള്ള ഓറിയോ കരിക്ക് ഷേക്ക്. അപ്പോൾ നമ്മൾ 2 തരം കരിക്ക് ഷേക്ക് കണ്ടു. പ്ലെയിൻ ആയിട്ടുള്ള കരിക്ക് ഷേക്കും പിന്നെന്താ ഓറിയോ കരിക്ക് ഷേക്ക്. ഇനി അടുത്ത നമ്മൾ ചിക്കു കരിക്ക് ഷേക്കാണ്. അപ്പോൾ എന്താണ് ചിക്കു ഫ്ലേവർ? കരിക്ക് ചിക്കു ഷേക്ക്. ഐസായ പാല് 1/2 ലിറ്ററിൻ്റെ പകുതി, ഇളം കരിക്ക് ഒരെണ്ണത്തിൻ്റെ പകുതി, ഡേറ്റ്സ് കുരു കളഞ്ഞത് ഒരു 3 എണ്ണം, അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, നന്നായി പഴുത്ത ചിക്കു അഥവാ സപ്പോട്ട 1 വലുത് അല്ലെങ്കിൽ 1.5 ചെറുത്, പഞ്ചസാര മധുരത്തിന് ആവശ്യമായത്. നമുക്കാദ്യം ഐസ് പാല് വേണമെങ്കിൽ ഇടാം. ഫ്രോസൺ മിൽക്ക്, കട്ടായിട്ടുള്ള പാൽ. ഐസ് ബർഗ്സ് പോലെയാണ് നമ്മളുടെ ഐസ് പാൽ ഇരിക്കുന്നത്. ഇങ്ങനെ കഷ്ണമായിട്ട്
കുറച്ച് പാലിലിങ്ങനെ പൊങ്ങി കിടക്കും. ഇതിൻ്റെ കൂടെ കരിക്ക്, ഒരു കരിക്കിൻ്റെ പകുതി. ഇളം കരിക്കാണ് ഏറ്റവും നല്ലത്. ചിക്കു പ്രധാന ഫ്ലേവറാണ്. ഒരു വലിയ ചിക്കു അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഫ്ലേവർ എത്ര വേണം. അപ്പോൾ കരിക്കിൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കണ്ടല്ലോ. നമ്മളിപ്പോൾ ഫ്ലേവേർഡായിട്ട് ചെയ്യുമ്പോൾ ആ ഫ്രൂട്ട് ഏതാണോ അതിൻ്റെ സ്വാദാണല്ലേ മുന്നിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ പിന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം, അത് 2 ഒക്കെ ആയാലും മതിയാകും, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, മധുരം ആവശ്യാനുസരണം, തേനാകാം അല്ലെങ്കിൽ പഞ്ചസാര. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ചിക്കു കരിക്ക് ഷേക്ക് ഇവിടെ റെഡി. അപ്പം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ്, ഒരു എന്താ പറയുക ചിക്കുവിൻ്റെ ഒരു കളറാണ്. ചിക്കു പറഞ്ഞാൽ നമ്മുടെ സപ്പോട്ട. അപ്പോൾ ശരിക്കും നല്ല ഫ്രോസൺ ആയിട്ടുള്ള പാലാണ് ഏറ്റവും നല്ലത്. അതായത് ഐസ് പോലെ ഇരിക്കുന്നത്, എന്നാലേ നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഒരു പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന പാൽ അത്രത്തോളം ഫ്രോസൺ അല്ല, കാര്യം കുറച്ച് പുറത്തോട്ടെടുത്ത് നിങ്ങളെ കാണിക്കുന്ന അത്രയും സമയം കൊണ്ട് അത് കുറച്ച് മെൽറ്റായി തുടങ്ങും. പക്ഷെ വീട്ടിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഫ്രോസൺ ആയിട്ട് തന്നെ ചെയ്യുക, അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ 3 തരം കരിക്ക് മിൽക്ക് ഷേക്ക് കണ്ടു കഴിഞ്ഞു. പ്ലെയിൻ കരിക്ക് ഷേക്ക് കണ്ടു, രണ്ടാമത് നമ്മൾ കണ്ടത് ഓറിയോ കരിക്ക് ഷേക്ക്, മൂന്നാമത് നമ്മൾ കണ്ടത് ചിക്കു കരിക്ക് ഷേക്ക്. ഇനി നാലാമത്തെ ഐറ്റം, നാലാമത്തത് ചെറി കരിക്ക് മിൽക്ക് ഷേക്കാണ്. ചെറി എന്ന് പറയുമ്പോൾ ടിന്നിൽ കിട്ടുന്ന ചെറിയുണ്ട്, അത് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കരിക്ക് ചെറി ഷേക്കിന് വേണ്ട ചേരുവകൾ: ഐസായ പാല് 1/2 ലിറ്ററിൻ്റെ പകുതി, ഇളം കരിക്ക് 1/2 മുറി, ടിൻഡ് ചെറീസ് 5-6, ഡേറ്റ്സ് 2-3, അണ്ടിപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര ആവശ്യാനുസരണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ആദ്യം നമ്മൾ ഫ്രോസൺ മിൽക്ക്, ഐസ് പാൽ, ഒരു 1/2 ലിറ്ററിൻ്റെ പകുതി. ഇതിപ്പോൾ 1 ഗ്ലാസിൻ്റെ കണക്കിനാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കരിക്ക്, പിന്നെ അതിൻ്റെ കൂടെ ചെറീസ്, ഇതിപ്പോൾ ടിൻഡ് ചെറീസ് ഒരു 5-6 ഉള്ളതുപോലെ, പിന്നെ ഡേറ്റ്സ് 2-3, അണ്ടിപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അല്ലെങ്കിൽ തേൻ. ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം, എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളുടെ ചെറി കരിക്ക് ഷേക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ 4 വ്യത്യസ്തമായ ഫ്ലേവേഴ്സിൽ 4 വ്യത്യസ്തമായ നിറത്തിൽ നമ്മൾ 4 തരം കരിക്ക് മിൽക്ക് ഷേക്കാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചൂട് കാലത്ത്, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കൂൾ സമ്മറാക്കി മാറ്റാം നമ്മളുടെ ഈ വേനൽക്കാലം. അപ്പോൾ ഇങ്ങനെ തണുത്ത മിൽക്ക് ഷേക്സും ജ്യൂസസും പലതരം സർബത്തുകളും ഒക്കെ കുടിച്ചുകൊണ്ട്, ഫ്രഷ് ജ്യൂസും ഒക്കെ കുടിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു സമ്മർ പീരീഡ് അല്ലെങ്കിൽ വേനൽക്കാലം നമുക്ക് കടന്ന് പോകാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ വേനലിനെ നമ്മൾ പ്രതിരോധിക്കും എന്നുള്ള കൂട്ടത്തിൽ ഇതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യങ്ങൾ, ധാരാളം പാനീയങ്ങൾ കുടിക്കണം, ധാരാളം തണുത്ത പാനീയങ്ങൾ, വെള്ളമായിട്ടാണെങ്കിലും നാരങ്ങ വെള്ളമായിട്ടാണെങ്കിലും കരിക്കിൻ്റെ വെള്ളമായിട്ടാണെങ്കിലും പലതരം ഫ്രഷ് ജ്യൂസായിട്ടും അതുപോലെ തന്നെ പലതരം മിൽക്ക് ഷേക്സ്. ഇതുകൂടാതെ ദിവസവും 2 നേരമെങ്കിലും കുളിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പറ്റുമെങ്കിൽ 3 നേരവും നമ്മൾ മേല് കഴുകുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു ഉഷ്ണകാലം നമുക്ക് കടന്നു പോകാൻ സാധിക്കും. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് പ്ലെയിൻ മിൽക്ക് ഷേക്ക് കരിക്ക്, ഇത് ഓറിയോ കരിക്ക് ഷേക്ക്, ഇത് ചിക്കു കരിക്ക് ഷേക്ക് ആൻഡ് ഇത് ചെറി കരിക്ക് ഷേക്ക്. ഇങ്ങനെ 4 കളേഴ്സിലും 4 തരം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാം. ഈ ചെറിക്ക് പകരം വേറെ ഏതെങ്കിലും തരം സീസണൽ ഫ്രൂട്ട്സ്, ഇപ്പോൾ പപ്പായ വെച്ച് ചെയ്യാം, പിന്നെന്താ പറയുക, പേരയ്ക്ക വെച്ച് ചെയ്യാം, മാംഗോ, നല്ല മാങ്ങയുടെ കാലം വരെയാണ്, അപ്പോൾ മാമ്പഴം വെച്ചിട്ട് ചെയ്യാം. ഇനി ചക്ക വെച്ച് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതും ചെയ്യാം. ചക്കയും കരിക്കും കൂടിയുള്ളൊരു മിൽക്ക് ഷേക്ക് വ്യത്യസ്തമായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഫ്ലേവറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കരിക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിപ്പോൾ പല കടകളിലും ലഭ്യമാണ്. ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ പല സ്ഥലത്തും ഇതൊരു ഫാഷനായി വന്നിട്ടുണ്ട്, കരിക്ക് മിൽക്ക് ഷേക്സ്. അപ്പോൾ ഇത് വീട്ടമ്മമാർക്ക് പക്ഷേ അവിടെ പോയി കഴിക്കാൻ പറ്റണം എന്നില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക, വീട്ടിൽ തന്നെ തയ്യാറാക്കുക, കഴിക്കുക, വീട്ടിലെ മറ്റംഗങ്ങൾക്കും കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.